ഹായ്. ആൽഫ, ആലിയ ഭട്ട്, ഷർവാറി, അതുപോലെ തന്നെ അനിൽ കപൂർ, ബോബി ഡിയോളൊക്കെ അഭിനയിച്ച് പുതിയതായിട്ട് ബോളിവുഡ് റിലീസായിട്ടിരിക്കുന്ന ഈ ആഴ്ച റിലീസായിട്ടുള്ള YRF സ്പൈ യൂണിവേഴ്സിലെ 6th ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് തോന്നുന്നു ആൽഫ. സോ ഒറ്റ വാക്കിയ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. ഓക്കെ, ഇതിന് മുമ്പ് ഇറങ്ങിയ വാർ 2 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയുക ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ആൽഫ. ഇതൊരു വളരെ നല്ല മൂവിയാണ്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്ഷൻ ഫീമെയിൽ ഓറിയന്റഡ് ആക്ഷൻ മൂവിയാണെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ അവരൊരു എബോ ആവറേജ് രീതിക്ക് ലൈക്ക് ആക്ടേഴ്സിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ആക്ഷൻ സീക്വൻസ് കോപ്പീഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രൗണ്ടഡ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ അവർ ട്രൈ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കും. വാർ 2 വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നിങ്ങൾ വാർ 2 കണ്ടിട്ട് ഉടനെ ഇത് കാണുവാണെങ്കിൽ ഇതിന് ഒരുപാട് ഇമ്പ്രൂവ് ആയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ വാർ 2 ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അതായിരുന്നു ഇതിന്റെ തൊട്ട് മുമ്പത്തെ യൂണിവേഴ്സിൽ നിന്ന സിനിമ എന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ഈ ആൽഫയുടെ ഡീറ്റെയിൽഡ് റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് YRF സ്പൈ യൂണിവേഴ്സിന്റെ ഒരു ഒറിജിനും കാര്യങ്ങളൊക്കെ നോക്കാം. 2022 23 പത്താൻ റിലീസാവുന്നത്, ഷാരൂഖ് ഖാന്റെ പത്താൻ. അതൊരു വലിയ ഹിറ്റായിരുന്നു. ലൈക്ക് 1000 crore പ്ലസ് മാർക്ക് അച്ചീവ് ചെയ്ത ഷാരൂഖ് ഖാന്റെ ഒരു തിരിച്ചു വരവെന്നൊക്കെ നമ്മൾ പറയുന്ന സിദ്ധാർത്ഥ് ആനന്ദ് ഡയറക്ട് ചെയ്ത പത്താൻ എന്ന് പറയുന്ന സിനിമ. ഈ പത്താനിലാണ് YRF സ്പൈ യൂണിവേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ സിനിമയുടെ പ്രൊമോഷനും അതുപോലെ തന്നെ SRKയുടെ ഒരു തിരിച്ചുവരവിനും അതിനൊക്കെ വേണ്ടി ആയിരിക്കണം. പക്ഷെ സിനിമ വലിയ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ആ സിനിമയിൽ സല്ലു ഭൈസൻ, സൽമാൻ ഖാൻ ഒരു കാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒന്നിച്ചുള്ള സീക്വൻസും എല്ലാത്തിനും നല്ല റിസപ്ഷൻ കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു സ്പൈ യൂണിവേഴ്സിൽ വേറെയും ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ഇതിന് മുമ്പ് റിലീസായിട്ടുള്ള വാർ 1 ഋത്തിക് റോഷൻ ചെയ്ത കബീർ എന്ന് പറയുന്ന ക്യാരക്ടറും അതിലെ വേറെ ചില സ്പൈ ചീഫൊക്കെ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതൊരു യൂണിവേഴ്സായിട്ട് തന്നെ പരസ്പരം ക്യാമിയോസ് ഒക്കെ ചെയ്ത് ക്രോസ് ഓവേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു യൂണിവേഴ്സായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു. ഓക്കെ, സോ ആദ്യം സ്പൈ യൂണിവേഴ്സ് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് പത്താനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പത്താൻ ഒരു വലിയ ഹിറ്റായിരുന്നു. ഓഫ് കോഴ്സ് ഷാരൂഖ് ഖാൻ, ദീപികയുടെ ഗ്ലാമർ ഷോസ്, ആക്ഷൻ സീക്വൻസ്, അതുപോലെ തന്നെ ജോൺ അബ്രഹാമിന്റെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ, ആക്ഷൻ സീക്വൻസ്, BGMs, മേക്കിംഗ് എല്ലാം കൊണ്ടും പത്താൻ വളരെ ഹിറ്റായിരുന്നു. അതിന് മുമ്പ് ഇറങ്ങിയ ഋത്തിക് റോഷൻ ആക്ട് ചെയ്ത വാർ 1 എന്ന് പറയുന്ന സിനിമ, വാറിന്റെ ഫസ്റ്റ് പാർട്ട്. സോ അതും അന്നത്തെ ടൈമിലൊരു അടിപൊളി സിനിമയായിരുന്നു. ലൈക്ക് അതിൻ്റെ ഒരു റിച്ച്നെസ്, അത്രയും ബഡ്ജറ്റ് കാണുന്ന രീതിക്ക് അവരതിനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വാസ് പ്രതി ഇംപ്രസീവ്. ആ സിനിമയാണെന്ന് ഒരുപാട് അത്രയും ലൊക്കേഷനിൽ ട്രാവൽ ചെയ്ത ഒരു സിനിമ അതിന് മുമ്പ് ബോളിവുഡിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് ഋത്തിക് റോഷന്റെ ലുക്ക്, ആക്ഷൻ സീക്വൻസ്, സ്വാഗ്, പുള്ളി നിന്ന് ചുമ്മാ ഒന്ന് നിന്നാൽ മതിയായിരുന്നല്ലോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടൈഗർ ഷറാഫ് ആയിരുന്നു. പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ്, ആക്രോബാറ്റിക്സ്, അതിൻ്റെയൊക്കെ ഒരു നല്ല എല്ലാ സിനിമയും ഭയങ്കര ഹിറ്റായിരുന്നു. ഋത്തിക് റോഷനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വളരെ വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കൊടുത്ത സിനിമയായിരുന്നു. അതിന് മുമ്പ് ഇറങ്ങിയ ടൈഗർ എന്ന് പറയുന്ന സൽമാൻ ഖാന്റെ ക്യാരക്ടർ വരുന്ന 2 സിനിമകൾ, അതിൽ ഏക് ദ ടൈഗർ അത് ഇപ്പോഴും വളരെ ഫോളോവിംഗ് ഉള്ളൊരു സിനിമയാണ് ബോളിവുഡിലൊക്കെ. എന്ന് വെച്ചാൽ അതൊരു സ്പൈ മൂവി അല്ല, ഇറ്റ്സ് എ റൊമാൻറ്റിക് ആക്ഷൻ സിനിമ, അങ്ങനെ നമുക്ക് വിളിക്കാം. സൽമാൻ ആണെങ്കിലും കത്രീന ആണെങ്കിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ആണ് ഇത് ചെയ്തത്. അവരുടെ ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും ഈവൻ ആക്ഷൻ സീക്വൻസിൽ പോലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു സിനിമയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും ഓഫ് കോഴ്സ് അതിലെ സോങ്സ്, ഓക്കെ, അതിലെ സോങ്സ് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അത് പിന്നെന്താ, അത് കഴിഞ്ഞ് അതിന്റെ സീക്വലായിട്ട് ഇറങ്ങിയ ടൈഗർ സിന്ദാഹെ ശരിക്കും സ്പൈ യൂണിവേഴ്സിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് ഞാൻ കാണുന്നത്, സ്പൈ യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു ലോസ് ഒക്കെ വെച്ച് അതിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് ഞാൻ കാണുന്നത് ടൈഗർ സിന്ദാഹയാണ്. ശരിക്കും നമ്മൾ മലയാളത്തിൽ ടേക്ക് ഓഫിലൊക്കെ യൂസ് ചെയ്തൊരു സ്റ്റോറി തന്നെയാണത്. ലൈക്ക് ഒരു വാർ നടക്കുന്ന കൺട്രിയിൽ നിന്ന് കുറച്ച് നേഴ്സുമാരെ സേഫ് ആയിട്ട് അടുത്ത രാജ്യത്തേക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ട്രൈ ചെയ്യുന്നൊരു കഥ. അതിനൊരു ആക്ഷൻ ത്രില്ലർ രീതിക്ക് ബോളിവുഡിലെ ഏറ്റവും നല്ല ആക്ഷൻ ഡയറക്ടേഴ്സിൽ ഒരാളാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അലി അബ്ബാസ് സഫർ ഡയറക്ട് ചെയ്ത് സൽമാനും കത്രീനയും ഇതിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ക്യാരി ഔട്ട് ചെയ്ത വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉള്ള നല്ല അടിപൊളി ആക്ഷൻ സീക്വൻസ് ഉള്ള, പ്രത്യേകിച്ച് കത്രീന കൈഫ് ഒരു പാലസിൽ നടന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇപ്പോഴും വൺ ഓഫ് ദി ബെസ്റ്റ് വുമൺ ആക്ഷൻ സീക്വൻസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച്. അതുപോലെ തന്നെ ഈ മിഷൻ ഗൺ എടുത്ത് പൊട്ടിക്കുന്ന പരിപാടി, അത് എല്ലാ സിനിമകളും ഉപയോഗിച്ചതാണെങ്കിലും അത് കൈദിയിൽ നിന്ന് തുടങ്ങിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു ട്രെൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൽമാൻ ഖാനാണ്. ഓക്കെ, അതിൽ സൽമാൻ ഖാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ ഈ ഒരു മിഷൻ വെച്ച് തീർക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇത് കൊണ്ടുണ്ടായിരുന്ന എൻ്റെ സ്റ്റിൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ അതാണ്. പിന്നെ ഓഫ് കോഴ്സ് അവർ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി അങ്ങ് മാറി തുടങ്ങി. ഈ എക്സ്റ്റെൻഡഡ് ക്യാമിയോസും അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഗ്ലാമർ ഷോസ് ടൈഗർ 1 ടൈഗർ 2 ഈവൻ വാറിൽ പോലും അത്ര ഇല്ലായിരുന്നത് പത്താനിലേക്ക് വന്നപ്പോഴത്തേക്കും ദീപികയുടെ ഒരു ഗ്ലാമർ ഷോ അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ വാറിലേക്ക് വന്നപ്പോൾ കിയാരയുടെ ബിക്കിനി വെച്ചായിരുന്നു അവർ സിനിമ കുറെ പ്രൊമോട്ട് ചെയ്തത്. ആൽഫയിലേക്ക് വരുമ്പോഴും അതുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ബോളിവുഡിൽ നിന്നും ദുരന്തർ വരുന്നത്. ദുരന്തർ അതുവരെ ഉണ്ടായിരുന്ന സ്പൈ മൂവീസിന്റെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇതിനു മുമ്പും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പൈ മൂവീസ് ലൈക്ക് ബേബി, അതുപോലെ തന്നെ നാം ഷബാന പോലുള്ള റിയലിസ്റ്റിക് സ്പൈ മൂവീസ് ഉണ്ടായിരുന്നുവെങ്കിലും ദുരന്തർ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് വളരെ വലുതായിരുന്നു. ഓക്കെ, ഭയങ്കര റോ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ഫില്ല് ചെയ്ത്
റിയൽ ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അവർ ആ ഒരു സ്ക്രീൻ പ്ലേ ശരിക്കും അതിന്റെ പ്രൊപ്പഗാണ്ട കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വളരെ നീറ്റായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആൻഡ് മേക്കിംഗ് ആയിരുന്നു ദുരന്തറിൻ്റെ. ഓക്കെ, സോ ദുരന്തർ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് വന്നതോടുകൂടി തന്നെ ഈ ആക്ഷൻ മൂവീസിൽ സ്പൈ എന്ന് പറയുന്ന ടൈറ്റിൽ ഇട്ട് വിളിക്കുന്ന YRF സിനിമകൾക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ആ സിനിമകളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആക്ഷൻ മൂവീസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം, പക്ഷേ ഇതൊരു സ്പൈ ത്രില്ലർ എന്നുള്ള രീതിക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദുരന്തർ ഇസ് എ ബെഞ്ച് മാർക്ക്. സോ ഇതൊരു സ്കാം ആയിട്ട് ആളുകൾ കണ്ടു തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആൽഫ റിലീസ് ആവുന്നത്. ഈ സിനിമയ്ക്ക് ഒട്ട് ഹൈപ്പില്ലായിരുന്നു, എനിക്ക് ഈ സിനിമ കാണണമെന്നില്ലായിരുന്നു. ഞാനങ്ങനെ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണുന്ന ഒരാളല്ല. പിന്നെ ഈ വീക്ക് ഒരെണ്ണം കാണണം തോന്നി. ഓഫ് കോഴ്സ് ആലിയ ഭട്ടിനെ എനിക്കിഷ്ടമാണ്, അങ്ങനെ ഞാൻ തലവെച്ചൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷ ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ കണ്ടത്. സോ എനിക്ക് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഓക്കെ, ഈ സിനിമയിൽ പോസിറ്റീവ്സ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്ന് ആലിയ ഭട്ട്, ഷർവാറി അവർ ചെയ്ത ക്യാരക്ടേഴ്സ്. ലൈക്ക് അതൊരു ഭയങ്കരമായിട്ട് എഴുതപ്പെട്ട ക്യാരക്ടറുകളോ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു 10-11 അതോടെ ഇതുകൊണ്ടെന്ന് പറയുന്ന ക്യാരക്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹോളിവുഡിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല എന്താ പറയുക, സാറ കോൺട്ര തൊട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ബ്ലാക്ക് വിഡോ, ഡാഷ റോമിനോഫ് തൊട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു റഫ് കോപ്പി എന്ന് പഠിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണിത്. പക്ഷേ ആലിയ ആ ഒരു ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്ന ലൈക്ക് ക്യാരക്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത്യാവശ്യം റഫ് ആയിട്ടുള്ള ചെറുപ്പം തൊട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്ത് കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരാളുടെ ഒരു കാര്യങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസിലേക്ക് വരുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി സോൾജേഴ്സ് മെൻ. അവരെ ഇവർ ഓഫ് കോഴ്സ് ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ ആയതുകൊണ്ട് തന്നെ ആണുങ്ങളായിരിക്കുമല്ലോ നെഗറ്റീവ് സൈഡിൽ ഉണ്ടാവുക. അവരെ ആലിയ ഭട്ട് ടാക്കിൾ ചെയ്യുന്ന രീതി, ഫൈറ്റ് ചെയ്യുന്ന രീതി, പുള്ളിക്കാരി ആ കൂട്ടത്തിലെ ടോപ്പാണ്. ഇവരെല്ലാവരും സെയിം രീതി ട്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി ആ കൂട്ടത്തിലെ ടോപ്പാണ്. സോ അത്യാവശ്യം ഗ്രൗണ്ടഡ് ആയിട്ട് ഇതൊരു എന്താ പറയുക, ഇത് ഗ്രൗണ്ടഡ് സിനിമയൊന്നും അല്ല, ബട്ട് അത്യാവശ്യം ഒരു റിയലിസ്റ്റിക് വൈബ് പിടിച്ച് അത്യാവശ്യം കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു രീതിക്ക് ഇവർ ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷർവാറി എന്ന് പറയുന്ന പുള്ളിക്കാരി ഭയങ്കര ചാമിങ് ആയിരുന്നു. ഇങ്ങനത്തെ സിനിമകളിലൊക്കെ അറിയാലോ, ഒരാൾ കുറച്ച് സീരിയസ് ആയിരിക്കും, ഒരാൾ ഒരു ഇത്തിരി കോമഡി ഒക്കെ പറയുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. ആ ഒരു ബാലൻസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ച ബാലൻസ് ഇവിടെ കൊണ്ടുകൊണ്ട് അതങ്ങനെ വെറുപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് വെറുപ്പിച്ചിട്ടുള്ള ചില സീക്വൻസുകളിൽ വെച്ച് അങ്ങനെ ഒരു വെറുപ്പിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഇതിലെ മെയിൽ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ബോബി ഡിയോൾ ഇതിലൊരു പുള്ളിനെ രാവണൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതൊരു ബേസിക്കലി രാമായണത്തിന്റെ ഒരു ലൂസ് അഡാപ്റ്റേഷൻ. ഈ മറ്റേ അജയ് ദേവ്ഗണിന്റെ സിംഗം ആ ഒരു ഇതിലെ പോലെയൊന്നുമല്ല, രാമായണത്തിന്റെ ഒരു ലൂസ് അഡാപ്റ്റേഷനിലേക്ക് ഇത് ഇങ്ങനെയാണ്. പക്ഷെ അവർ പറയുന്നുണ്ട്, നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഇത് മനസ്സിലാവുമല്ലേ, ഇത് പല സ്ഥലത്തും ഡയലോഗ്സ് ആയിട്ട് തന്നെ അവർ ഇത് പറയുന്നുണ്ട്. ലൈക്ക് ഞാൻ സീതയാണ്, എനിക്ക് രാമന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഈ ലങ്ക കത്തിക്കും. അതുപോലെ അങ്ങനത്തെ പിന്നെ ഇവൻ രാവണനാണെന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു പരിപാടി. പക്ഷേ ഓഫ്കോഴ്സ് ബോബി ഡിയോൾ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു രാവണൻ ഫീൽ കിട്ടുന്നുണ്ട്. പുള്ളി കുറേ ചവർ പടങ്ങളൊക്കെ തലവെക്കുന്നുണ്ടെങ്കിലും പുള്ളി എന്ന് ഇങ്ങനെ കണ്ണുരുട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പേടിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഓഫ്കോഴ്സ് ബോബി ഡിയോളിന്റെ ഒരു കോർ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനിൽ കപൂറാണ്. ബോബി ഡിയോളുമായിട്ട് തന്നെ നമുക്ക് സ്വാഗിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അനിൽ കപൂർ. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു ഓപ്പോസിഷൻ കാസ്റ്റിംഗ് എനിക്ക് നന്നായിട്ട് തോന്നി. രണ്ടുപേർക്കും സ്റ്റൈലുണ്ട്, സ്വാഗ് ഉണ്ട്, ഡയലോഗ് ഡെലിവറി ആണെങ്കിലും രണ്ടുപേരുടെ വോയിസ് ആണെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞതായിട്ട് തോന്നുന്നു. ഇതിൽ തന്നെ ആലിയ ആൻഡ് ബോബി ഡിയോൾ പരസ്പരം ഫേസ് ചെയ്യുന്ന ചില സീനുകളിലൊക്കെ പുള്ളിക്കാരി എന്താ പറയുക, ബോബി ഡിയോളുടെ സ്ക്രീൻ പ്രസൻസ് അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ആലിയ ഭട്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള നടിയാണ്, നിങ്ങൾക്കറിയാം. ഫോർ എക്സാമ്പിൾ ഗംഗൂബായി ഒക്കെ നമ്മൾ കണ്ടറിയാം, അത്ര ഒരു ഓറ പുള്ളിക്കാരിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ബോബി ഡിയോളിന്റെ ഒരു സ്വാഗ് ഇവരെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. മാൻ പുള്ളിക്ക് ഇനിയും ഹീറോ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് പിന്നെ റോൾസ് ചെയ്യാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കഥയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടൊരു കഥയാണിത്. ഈ മാർവൽ സിനിമകളിൽ ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് വിഡോ, വിന്റർ സോൾജറിലൊക്കെ കണ്ട പോലത്തെ ഒരു കഥയാണിത്. ഓക്കെ, സ്പോയിലർ ആയിരിക്കാം, ബട്ട് സൂപ്പർ സോൾജർ പോലെ ചില കാര്യങ്ങൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ചില കഥകൾ അവരത് ചെയ്തു. ലൈക്ക് ഒരു സ്ഥിരം സ്പൈ സിനിമകളിലൊക്കെ ഉള്ളൊരു ക്ലീഷ ഉണ്ടല്ലോ, രാജ്യം തള്ളി പറയുന്ന ഒരു സ്പൈ, അയാളുടെ പ്രതികാരം, അതിന് വേണ്ടിയിട്ട് അയാൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഇതിലും. അങ്ങനെ വലിയ ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയിൽ അവരെന്തെങ്കിലും മാജിക് കാണിച്ചൊന്നും അല്ല. പക്ഷേ ഈ സിനിമ ഇതാണെന്നുള്ളൊരു പ്രതീക്ഷയെ പോയാൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീൻ പ്ലേ സിനിമയ്ക്കുണ്ട്. മറ്റേ വാർ 2 ജൂനിയർ NTR ഹൃതിക് റോഷനെ വെച്ച് മറ്റേ നസീറിന്റെ കാലത്തെ ചേട്ട അനിയ കഥ പറഞ്ഞ് മടിപ്പിച്ചതുപോലൊരു മടിപ്പീരിതിരില്ല. ബട്ട് സ്റ്റിൽ മടിപ്പീരുണ്ട്. മറ്റേ വാർ 2 ജൂനിയർ NTR ഹൃതിക് റോഷനെ വെച്ച് ചേട്ട അനിയ പരിപാടി പറഞ്ഞ് അങ്ങനെ മടിപ്പിച്ചതുപോലൊരു മടിപ്പീരിതിലില്ലെങ്കിലും നമുക്കിതൊരു ഫ്രഷ് സ്ക്രീൻ പ്ലേ ആയിട്ടോ അങ്ങനെയൊന്നും തോന്നത്തില്ല. പിന്നെ ഇതിലെ ക്യാമിയോസ്, ഇതിലൊരു ക്യാമിയോ നിങ്ങൾ ട്രെയിലറിൽ കണ്ടു കാണും. മാൻ അടിപൊളി ചാമാണ് പുള്ളി. പുള്ളി ഒരു 2 ഗണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് അടിപൊളിയല്ലേ. അത് പുള്ളി ആയതുകൊണ്ടാണ് അവരത് അങ്ങനെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ബിക്കോസ് പുള്ളി ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ പുള്ളി സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരുപാട് ലോജിക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇതിന്റെ മേക്കേഴ്സിനുണ്ടായിരുന്നു. അത് പുള്ളി കീപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും. എന്നാ ലുക്കല്ലേ. അപ്പോൾ പിന്നെ വേറൊരു ക്യാമിയോ ഉണ്ട്, അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, പക്ഷെ ഇത് അത്യാവശ്യം തിയേറ്ററിൽ നല്ല ക്ലാപ്പ് കിട്ടിയ മൊമെന്റ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഇതായിരുന്നു. ദെൻ സ്റ്റോറിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളും ഓഫ് കോഴ്സ് കുറേ സിനിമകളിലെ കോപ്പീസ് നമുക്ക് കാണാം. എനിക്ക് മെയിനായിട്ട് ബ്ലാക്ക് വിഡോ ഒക്കെ തോന്നി. ഇതിന്റെ കോർ സ്റ്റോറി തന്നെ എവിടെയൊക്കെ ബ്ലാക്ക് വിഡോ ആയിട്ട് സിമിലർ ആണ്. പിന്നെ ഒരു പടം തുടങ്ങി കഴിഞ്ഞപ്പോഴും നമുക്ക് വലിയ പ്രഡിക്റ്റബിലിറ്റി ഒന്നുമില്ല. ഈ സിനിമ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് പുറത്ത് പോയിട്ട് തിരിച്ചേറിയൊക്കെ വന്നിട്ടിരുന്നാലും പടം കാണാം. പിന്നെ കഴിഞ്ഞു പോയെന്നൊന്നും ഒരു ഇതുമില്ല, മൈൻഡ് ബ്ലോയിങ് ട്വിസ്റ്റ് ആണോ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇത് കാണാം. ഓക്കെ, ഇതിന്റെ ലൊക്കേഷൻസ്, അതിന്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. കുറേ രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒരു 10-72 മണിക്കൂറൊക്കെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജീപ്പിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത്. പക്ഷെ അപ്പോഴൊരു സോങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിലാണ് എനിക്ക് തോന്നിയത് ഇത്രയും സീരിയസ് ആയിട്ടൊരു മിഷൻ പോകുന്ന സ്പൈ ആണ്,
അവർക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത് കൂട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അവരിങ്ങനെ ചേച്ചി അനിയത്തി കൊണ്ട് ട്രിപ്പ് പോകുന്ന പോലെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെ ഇതുകൂട്ടൊക്കെ പറഞ്ഞങ്ങ് പോവാണ്. പിന്നെ ആ സോങ് എന്തിനാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അവരുടെ ക്യാമറ ആംഗിൾസും പിന്നെ അവരുടെ ഡ്രസ്സും എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ സോങ് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ആ ഉദ്ദേശം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേർക്ക് നല്ല ലുക്കാണല്ലോ. സോ അതൊക്കെ അങ്ങനെ സ്പൈ യൂണിവേഴ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ടല്ലോ, അതൊക്കെ പരിധിവരെ ഇവിടെ കൊണ്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും സ്ഥിരം വെടി പോകാൻ പരിപാടികളൊക്കെ ആണെങ്കിലും അത് നൈസ് ആയിരുന്നു. എന്ന് വെച്ചാൽ കണ്ടോണ്ടിരിക്കാം. നമ്മൾ ഈ സ്പൈ യൂണിവേഴ്സ് സിനിമകളിൽ നിന്നും YRFന്റെ യൂണിവേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് ചെയ്ത് വെച്ച സിനിമ. പിന്നെ ഈ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ നെഗറ്റീവ്സ് നിങ്ങൾക്ക് പിടിയിട്ട് കാണും. ബേസിക്കലി കഥയ്ക്ക് ഒരു സീരിയസ്നെസ് ഇല്ല, കഥ ഫ്രഷ് അല്ല, ഒന്നും പുതിയതായിട്ട് സിനിമ ഓഫർ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുമടുത്ത സിനിമകളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 പടം നിങ്ങൾക്ക് കാണാനുള്ള സമയമില്ലെങ്കിൽ ഒറ്റ സിനിമ കണ്ടല്ല 10 പടം ഓർമ്മ വരും. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് അവർ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് വരും അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടെടുത്തത് ലൈക്ക് അത് കിട്ടിയില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ പറഞ്ഞാലും വളരെ ഉപകാരമായിരിക്കും. സോറി, സ്പോയിലർ ഉണ്ടെങ്കിൽ പറയണ്ട. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്ന് എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ കൊടുക്കാം. സോ YR സ്പൈ യൂണിവേഴ്സിലെ തീരെ ബോറല്ലാത്ത ഒരു ഡീസന്റ് സിനിമ, അതാണ് ആൽഫ. പിന്നെ ഇതിന്റെ ബീജിയം നൈസായിരുന്നു. ഒരു ടുക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബീജിയം അത് നൈസായിരുന്നു. ഓക്കെ.